എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ബാലചന്ദ്രനും സ്റ്റാൻലിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഗോവർദ്ധൻ അവിടുത്തെ ജോലിക്കാരനായിട്ടുള്ള ആൻഡപ്പനെ തിരക്കി നടക്കുവാണ്. അവസാനം ഗോവർദ്ധൻ സ്റ്റാൻലിയുടെ വീടിൻ്റെ കോമ്പൗണ്ടിലൂടെ കുറേ ദൂരം നടന്ന ശേഷം അവിടെ അതാ വെള്ളം കെട്ടിക്കിടക്കുന്നൊരു സ്ഥലം കാണുന്നു. ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്ന തിരക്കിലായിരുന്നു ആൻഡപ്പൻ. അത് കണ്ടപാടെ ഗോവർദ്ധൻ പറയുന്നുണ്ട്, ഈ ചായയുടെ ഗ്ലാസ് എവിടെ വെക്കേണ്ടെന്നറിയാതെ ഇത് പിടിച്ച് ഞാനിങ്ങെത്തി. ഇവിടുന്ന് കയറി വന്ന് അയാളോട് സംസാരിച്ചുകൊണ്ട് രണ്ടുപേരും വീട്ടിലേക്ക് നടന്നു പോകുന്നു. ഈ സമയത്ത് തന്നെ ഗോവർദ്ധൻ്റെ ഫോണിലേക്ക് വൈഫ് വിളിക്കുന്നുണ്ട്. ഫോൺ എടുത്ത പാടെ അവർ ചോദിക്കുന്നുണ്ട്, കുറേ ദിവസമായല്ലോ പോയിട്ട്, ഇപ്പം എവിടെയാ? മറുപടിയെ ഗോവർദ്ധൻ, ഞാൻ ബാലേട്ടൻ്റെ കൂടെ തന്നെയുണ്ട്. ബാലേട്ടനിപ്പോൾ ഒരാളെ കാണാനായിട്ട് വന്നിരിക്കുകയാ. അയാളുടെ മൊത്ത് അകത്ത് സംസാരിക്കുന്നു. ഉടനെ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഉറപ്പായിട്ടും നിങ്ങൾ ഇന്ന് ഇവിടുന്ന് തിരിക്കുമോ? നാളെ മോളുടെ സ്കൂൾ ഉറക്കുമല്ലേ, അച്ഛനും കൂടെ വേണമെന്നാ അവൾ പറയുന്നതെന്ന് ഭാര്യ പറയുന്നു. ഉറപ്പായിട്ടും ഞങ്ങൾ ഇന്ന് തന്നെ ഇറങ്ങുമെന്ന് ഗോവർദ്ധൻ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് സ്റ്റാൻലി ആകട്ടെ ബാലചന്ദ്രൻ ആരെന്ന് തിരിച്ചറിഞ്ഞ ഷോക്കിലാണ്. നിങ്ങൾ എന്നെ തേടി വരരുതായിരുന്നു എന്നാണ് സ്റ്റാൻലി ബാലിനോട് പറയുന്നത്. ലൈഫിൽ പല സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷൻ അതെങ്ങനെ ഫേസ് ചെയ്യണമെന്ന് എനിക്കറിയില്ലെന്ന് സ്റ്റാൻലി ബാലിനോട് പറയുന്നു. വോർഫീൽഡിൽ ശത്രുക്കളെ പോലെ ഞാൻ നേരിട്ടിട്ടുണ്ട്, പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ അത് കൊടും ഭീകരമാണെന്നാണ് സ്റ്റാൻലി പറയുന്നത്. ഇതിനുള്ള മറുപടി എന്നോണം ബാലൻ സ്വന്തം ഭാര്യയുടെ കാമുകനെ പറ്റി അന്വേഷിച്ച് ആരും തിരക്കി വരില്ലെന്ന് നിങ്ങൾക്കറിയാവുന്നതല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവിടം വരെ എന്നെ തിരക്കി വന്നതെന്നാണ് സ്റ്റാൻലി ചോദിക്കുന്നത്. 23 വർഷം മുമ്പ് നിങ്ങൾക്കുണ്ടായ ആ ബന്ധത്തിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുകയായിരുന്നു എന്ന കാര്യം നിങ്ങൾക്ക് അറിയുന്നതല്ലേ എന്നാണ് ബാലൻ്റെ ചോദ്യം. നിങ്ങൾ വൈജയമൊത്ത് താമസിക്കുന്ന സമയത്ത് വൈജ പൂർണ്ണ ഗർഭിണിയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുന്നതല്ലായിരുന്നു. ആ കുഞ്ഞിനെ വൈജയന്തി പ്രസവിച്ച് ഇന്ന് വളർന്ന് വലിയ ആളായിരിക്കുന്നു. ഇത് കേട്ടപാടെ ആകെ ഞെട്ടിയിരിക്കുകയാണ് സ്റ്റാൻലി. ഇപ്പോൾ ബാലനോടാണ് ചോദിക്കുന്നത്, എങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവരുടെ വീട്ടുകാർ അക്കാര്യം എന്നെ അറിയിച്ചില്ല? ഒന്നെങ്കിൽ ചിലപ്പോൾ വൈജ ആ കുട്ടിയെ വളർത്തി കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ വൈജയുടെ ബന്ധുക്കൾ അതിനെ വളർത്തിയിട്ടുണ്ടാവും. എന്തെന്നാലും ഇതൊന്നും ഞാൻ അറിയേണ്ട കാര്യമല്ലെന്നാണ് സ്റ്റാൻലി ബാലനോട് പറയുന്നത്. ഇത് കേട്ടതും ദേഷ്യത്തോടുകൂടി ബാലൻ, അത് നിങ്ങൾ അറിയേണ്ട കാര്യം തന്നെയാണ്, കാരണം നിങ്ങളാണ് ആ കുട്ടിയുടെ അച്ഛൻ. സ്റ്റാൻലി ഇപ്പോൾ ബാലനോടെ ചോദിക്കുന്നുണ്ട്, നിലവിലെ അവളുടെ അവസ്ഥ എന്താണ്? എൻ്റെ വീട്ടിൽ ജോലിക്കാരിയായിട്ട് നിന്നവളാണെന്നാണ് ബാലൻ്റെ മറുപടി. വൈജയ്ക്ക് അവളെപ്പറ്റി അറിയാമെന്നാണ് സ്റ്റാൻലിയുടെ ചോദ്യം. ഇല്ലെന്നാണ് ബാലൻ്റെ മറുപടി. ഞാൻ അവൾക്ക് വേണ്ടി എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യണമെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നതെന്ന് അയാൾ ബാലനോടെ ചോദിക്കുന്നു. അത്തരം സഹായങ്ങളൊന്നും അവൾ പ്രതീക്ഷിക്കുന്നില്ലെന്നാണ് ബാലൻ്റെ മറുപടി. അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നതാ അവൾക്കിഷ്ടം. എങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നും കൂടി നിങ്ങളൊന്ന് പറയാനായിട്ട് സ്റ്റാൻലി ആവശ്യപ്പെടുന്നു. മറുപടിയെ ബാലൻ, സ്വന്തം മകളായിട്ട് അംഗീകരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ജീവിപ്പിക്കാൻ നിങ്ങൾക്ക് സമ്മതമാണോ? ഈ ചോദ്യം കേട്ടപാടെ അക പകച്ചു നിൽക്കുകയാണ് സ്റ്റാൻലി. ഏറെ നേരം കഴിഞ്ഞിട്ടും ബാലേന്ദ്രൻ എന്താ തിരിച്ചു വരാത്തതെന്ന് ആലോചിച്ച് പുറത്തു തന്നെ നിൽക്കുകയാണ് ഗോവർദ്ധൻ. ആൻഡപ്പനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രൻ എന്ത് ചെയ്യുന്നത്? അയാള് കേണൽ സാറിനോടെ സംസാരിച്ച് അകത്ത് തന്നെ നിൽക്കുകയാണെന്നാണ് ആൻഡപ്പന്റെ മറുപടി. കേട്ടപാടെ ഗോവർദ്ധൻ, ചേട്ടാ ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? ഒരുപാട് നേരമായിട്ട് തുടങ്ങിയതാണല്ലോ, ഇന്നിപ്പോൾ വീട്ടിൽ പോക്കും നടക്കത്തില്ല. പോയിട്ട് വല്ല അത്യാവശ്യം ഉണ്ടോ എന്നാണ് ജോലിക്കാരൻ ചോദിക്കുന്നത്. ലേറ്റായി കഴിഞ്ഞാൽ എവിടെയെല്ലാം റൂം എടുത്ത് താമസിക്കേണ്ടി വരത്തില്ലേ? അതൊക്കെ ഒരു പ്രശ്നമാണോ എന്നാണ് ആൻഡപ്പൻ്റെ ചോദ്യം. എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്തു തരാനായിട്ട് ആൻഡപ്പനോട് ഗോവർദ്ധൻ ആവശ്യപ്പെടുകയാണ്. എന്താണെന്നാണ് ആൻഡപ്പൻ്റെ ചോദ്യം. എത്തിയെന്ന് ഒന്ന് ചോദിക്കാൻ പറ്റുമോ? ഇനി ഒരുപാട് വൈകുമോ അതോ ഉടനെ തന്നെ ഇറങ്ങുമോ എന്ന്? നിങ്ങളെന്താ എന്നെ കൊലക്കി കൊടുക്കാനുള്ള പുറപ്പാടാണെന്നാണ് ആൻഡപ്പൻ തിരിച്ച് ഗോവർദ്ധനോട് ചോദിക്കുന്നത്. കേണൽ സാർ സംസാരിക്കുന്നതിൻ്റെ ഇടയിലെങ്ങാനും കയറി ചെന്നാൽ പിന്നെ തീർന്നു. നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് ചെന്ന് ചോദിച്ചു നോക്കാൻ ഗോവർദ്ധൻ വീണ്ടും ആവശ്യപ്പെടുന്നു. ഞാൻ ശ്രമിക്കാം, ഉറപ്പൊന്നും പറയുന്നില്ലെന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നു. എന്നാൽ അകത്താകട്ടെ സ്റ്റാൻലി ഇപ്പോഴും ഭയങ്കര ആലോചനയിൽ തന്നെയാണ്. അലീനയുടെ കാര്യത്തിൽ എന്ത് തീരുമാനത്തിലാണ് എത്തേണ്ടതെന്ന് അയാൾക്ക് ഇപ്പോഴും അറിയില്ല. ഇത് മനസ്സിലാക്കി എന്നോണം ബാലചന്ദ്രൻ, നിങ്ങൾക്ക് ഉടനെ ഒരു മറുപടി തരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. ഭാര്യയും മക്കളും ബന്ധുക്കളും സുഹൃത്തുക്കളും അന്തസ്സും അഭിമാനവും ഒക്കെയുള്ള ഒരാൾ കല്യാണത്തിന് മുമ്പ് തനിക്ക് മറ്റൊരു സ്ത്രീയിലുണ്ടായ മകളെ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് കുറച്ച് മനക്കരുത്തൊക്കെ വേണ്ടിവരും. ഞാനാകട്ടെ ഇതൊക്കെ അനുഭവിച്ചനായതുകൊണ്ട് എനിക്കിത് ശീലമായെന്ന് ബാലചന്ദ്രൻ സ്റ്റാൻലിയോട്. അതുകൊണ്ട് തന്നെ അവളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പൊന്നുപോലെ നോക്കിക്കോണം. ഒന്നുമില്ലെങ്കിലും 22.5 വർഷത്തോളം അവൾ അനാഥയായി ജീവിച്ചതാണ്. എന്നാൽ സ്റ്റാൻലിയുടെ മറുപടി മറ്റൊന്നായിരുന്നു. അവളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. നല്ലൊരു തുക തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇടാം. അതേപോലെ ഒരു ജോലിയും വീടും എല്ലാം ഞാൻ ചെയ്തു കൊടുക്കാം. പക്ഷേ അതൊന്നും പോരല്ലോ എന്നാണ് ബാലന്റെ മറുപടിയും. അവളെ നിങ്ങളുടെ സ്വന്തം മകളെ അംഗീകരിച്ച് ഈ വീട്ടിൽ നിങ്ങളോടൊപ്പം ജീവിപ്പിക്കുന്നതിൽ കുറഞ്ഞ യാതൊരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല. കാരണം എൻ്റെ മകളല്ലാഞ്ഞിട്ട് കൂടി ഞാൻ അവൾക്ക് ആ സ്ഥാനമാണ് കൊടുത്തത്. അവളാകട്ടെ എൻ്റെ സ്വന്തം മക്കൾ വിളിക്കുന്നത് പോലെ എന്നെ അച്ഛനെന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ സമ്മതിച്ചാലും ഞാൻ നിങ്ങളുടെ ഒരു ഓഫറിനും സമ്മതിക്കില്ല. സ്റ്റാൻലി മടിച്ചു നിൽക്കുന്നതുകൊണ്ട് ബാലചന്ദ്രൻ ഇങ്ങനെ സ്റ്റാൻലിയോടായി പറയുന്നു, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നോ എന്ന് പറഞ്ഞേക്ക്. അവളെ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങളുടെ കാല് പിടിക്കാനൊന്നും വന്നതല്ല ഞാൻ. മറിച്ച് നിങ്ങൾ സ്വന്തം മകളെ ഞാൻ നോക്കിയതിൽ നന്നായിട്ട് സ്വന്തം അച്ഛനെ നോക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വന്നതാ. അതുകൊണ്ട് തന്നെ അതിൽ കുറഞ്ഞ ഒന്നും തന്നെ എനിക്ക് സ്വീകാര്യമല്ല. എന്തായാലും നിങ്ങൾ ആലോചിക്കുക.
ഞാൻ തിരിച്ചു വരാം. ഇത്രയും പറഞ്ഞിട്ട് ബാലൻ തൻ്റെ വിസിറ്റിംഗ് കാർഡ് ആ ടീപ്പോയ്ക്ക് മുകളിൽ വെക്കുന്നു. നിങ്ങളെന്തായാലും വൈജേന്ദ്ര മകളാണ് അലീന എന്നുള്ള കാര്യം മറന്നിരിക്കാനായിട്ട് ബാലൻ അയാളുടെ പറയുന്നു. നിങ്ങൾക്ക് നിങ്ങളെ സ്വന്തം മകളെ വേണമോ വേണ്ടയോ എന്നാണ് എൻ്റെ ചോദ്യം. എന്ന് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ബാലൻ അവിടെ നിന്ന് യാത്രയാകുന്നു. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.